ഫോക്ക് ഡാൻസ് ആട്ടാ കളിക്കുന്നത്. അപ്പോ മോള് കളിക്കുന്ന ശൂർപ്പണകയാണ്. കഴിഞ്ഞ കൊല്ലം ശൂർപ്പണകയാണ് കളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് നല്ലത് കളിച്ചാൽ മാറ്റി പിടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണം ഈ സമയമില്ല, സ്കൂൾ കലോത്സവമാണ്. അപ്പൊ ശൂർപ്പണകനെ മതി. പിന്നെ അതിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതിനോണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോ ശൂർപ്പണക തന്നെ കളിക്കാം ഇപ്രാവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ സ്കൂളത്തെ മാഷുമാരൊന്നും ഇക്കൊല്ലമില്ലല്ലോ, വേറെ സ്കൂൾ മാറി. അപ്പൊ അവിടെ കളിച്ചിട്ടില്ല, അവിടെ കളിക്കാന്നാണ് നമുക്ക് ശൂർപ്പണക തന്നെ മതിയായിട്ട് ഞങ്ങൾ ശൂർപ്പണകയാണ് കളിക്കുന്നത്. പിന്നെ അത് മാത്രല്ല സ്റ്റെപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലത്തേനേക്കാളും കുറച്ചുകൂടി വലിയ കുട്ടിയായല്ലോ. അപ്പൊ ഒന്നുകൂടി സ്റ്റെപ്പൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല നല്ല സ്റ്റെപ്പാക്കി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ മാത്രല്ല നമ്മള് ഈ കലോത്സവ സമയമായി കഴിഞ്ഞാൽ പിന്നെ കുറെ മക്കൾ വരാറുണ്ട് പഠിക്കാൻ. അങ്ങനെ കുറെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എല്ലാ കൊല്ലവും. എന്തായാലും ഞാൻ സ്റ്റേജ് പ്രോഗ്രാം വേഴ്സസ് പ്രാക്ടീസിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ പതിവ് പോലെ തന്നെ ഏട്ടനാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഏട്ടൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ ആർക്കെങ്കിലും മേക്കപ്പിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളുണ്ട്. എന്തായാലും സ്റ്റേജിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബൈ. രാവണ നിന്നാശം കണ്ണാലെ കാണാതെ ഉണ്ണിലുറങ്ങില്ല ശൂർപ്പണക, ഇത് സത്യം. രാവണനാശം ലക്ഷ്യമാക്കി രാപ്പകലില്ലാതലഞ്ഞു പെണ്ണ്. നാരായണ 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 നാരദ